തകർന്നു പോയ, സാമ്പത്തികമായി തകർന്നു പോയ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമായാണ് കേരളത്തിൽ സംഭവിച്ചത്. അത് ആ പ്രക്ഷോഭം ഒരു പക്ഷേ സംഘപരിവാര സംഘടനകളുടെ ഇടപെടൽ ആണ് കൂടുതൽ രൂക്ഷമാക്കി മുന്നോട്ട് കൊണ്ടുപോയത്. എന്നിരുന്നാൽ പോലും രാഷ്ട്രീയമായി അതിന്റെ ഫലമുണ്ടായത് കോൺഗ്രസിന് തന്നെയാണ്. ശേഷമുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം അത് വളരെ പ്രകടവുമായിരുന്നു. കോൺഗ്രസ് ഇതേ ആശയമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും കോൺഗ്രസിനാണ് ഗുണപരമായി അത് ഭവിച്ചത് രാഷ്ട്രീയമായി. CPM ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് ന്യൂനപക്ഷ സമുദായങ്ങളെ കൂടെ നിർത്തുക എന്നതിൽ നിന്ന് മാറി ഭൂരിപക്ഷ വോട്ടിന് വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രം പയറ്റുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവടക്കം വിമർശനം ഉന്നയിച്ചത്. അത് കോൺഗ്രസിന് തിരിച്ചടിയാകുമോ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ? രജേഷ് കേൾക്കാമോ? എന്നോടാണോ മധു? ലിജേഷ് അരവിന്ദ് അങ്ങയോടാണ്. ഞങ്ങൾ ഈ ശബരിമല വിഷയത്തിനെ ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ ലാഭമാക്കുക എന്നൊരു പരിപാടിക്ക് മെനക്കെട്ടിട്ടില്ല. അത് ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യവുമല്ല. അപ്പം ഞാൻ ഈ ചർച്ചയെ തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരാഗ്രഹവും സന്തോഷവും എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ CPMന്റെ പ്രതിനിധികൾ വരിക, ഒരു വലിയ ശരണം വിളി അവരുടെ ഭാഗത്ത് കേൾക്കുക. കാറൽ മാർക്സും ഏംഗൽസും ലെനിനും ഒക്കെ കടിച്ചാൽ പൊട്ടാത്ത പ്രമേയവും പ്രത്യയശാസ്ത്രവും പറയുന്നതിന് പകരമായിക്കൊണ്ട് ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ CPMന്റെ പ്രതികൾ ഇവിടെ വന്ന് സംസാരിക്കുക, അത് കേൾക്കുന്നൊരു സന്തോഷമായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായത്. പക്ഷേ വലിയ പൈസ മുടക്കി വലിയ പ്രചരണം നടത്തിയ ഒരു പരിപാടിക്ക് പിറ്റേ ദിവസം അതിനെ ന്യായീകരിക്കാതിനും അതിൻ്റെ വിള കൊയ്യാനും CPMന്റെ പ്രതികൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. അത് പരാജയപ്പെട്ട് പിറകോട്ട് പോയി. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയം, CPM എങ്ങോട്ട് പോകുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒരു പക്ഷേ ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെയും അതുപോലെ തന്നെ കോഴിക്കോട് MP ശ്രീ MK രാഘവന്റെ വെളിപ്പെടുത്തലും കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ MP പറഞ്ഞത് ശ്രീ ഗോവിന്ദ മാഷ് പോകുന്ന ജ്യോത്സ്യൻ കൊടുത്ത പ്രായശ്ചിത്തത്തെ പറ്റിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. വെള്ളാപ്പള്ളി പറയുന്നത് ഇദ്ദേഹം ഒരു പരമഭക്തനാണ് എന്നാണ്. രണ്ടും കൂടി കൂട്ടി വായിച്ചാൽ ഇതൊരു CPMന്റെ രാഷ്ട്രീയ ലൈനിന്റെ മാറ്റമാണ്. ഇതൊരു പ്രായശ്ചിത്തമാണ് ഇത് ചെയ്യുന്നത്. 6 വർഷം മുമ്പ് കേരളത്തിലെ ശബരിമല എന്ന് പറയുന്ന അമ്പലത്തിനകത്ത് ഇവർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ, കേരളത്തിലെ ജനതയ്ക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കിയ വേദനയുണ്ടാക്കിയ ആ കോപ്രായങ്ങൾക്ക് ഞങ്ങളിതാ മറുപടി പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അതിൽ നിന്ന് പിറകോട്ട് പോയിരിക്കുന്നു. ഇനി ഞങ്ങൾക്കില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഹിന്ദുത്വത്തിന്റെ അംബാസിഡറായ യോഗി ആദിത്യനാഥിനെ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എനിക്കും മാധുവിനും അല്ലെങ്കിൽ ഈ പാനലിസ്റ്റുകൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയില്ല, ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി വന്നുകൊണ്ട് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കുക, ഡിയർ വാസവൻജി എന്ന് പറഞ്ഞ് അതിൽ ആത്മഹർഷം കൊള്ളുക, ആത്മാഭിമാനം കൊള്ളുക, നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. പക്ഷെ അതാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ആളുകൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താവാണ്, അംബാസിഡറാണ്. അദ്ദേഹത്തെ സ്വന്തം കാറിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹം പിണറായി വിജയൻ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. പിറ്റേ ദിവസം വെള്ളാപ്പള്ളി തന്നെ പറയുന്നു ഇനിയും അദ്ദേഹം ഭരിക്കും, അദ്ദേഹം ഭക്തനാണ്, 2 തവണ അദ്ദേഹം ഇവിടെ വന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രായശ്ചിത്തം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു. ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, എന്തിനായിരുന്നു ഈ കോപ്രായങ്ങൾ? 6.5 വർഷം മുമ്പ് ഒരു സുപ്രീം കോടതി വിധിയുടെ പേര് പറഞ്ഞുകൊണ്ട് എന്തിനായിരുന്നു കോപ്രായങ്ങൾ? എന്തിനായിരുന്നു കേരളത്തിലെ ഒരു രാഷ്ട്രീയ സ്ഥിതിയെ മലീമസമാക്കിക്കൊണ്ട് ചില ആളുകളെ പിടിച്ചു കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ആഘോഷിച്ച് ആ ആഘോഷത്തെ തെരുവിലേക്ക് വന്ന് വനിതാ മതിൽ കെട്ടി, നവോത്ഥാന മതിൽ കെട്ടി ഒക്കെ മുന്നോട്ട് പോയി? ഞാൻ ഏതൊരു ചർച്ചയിൽ ചോദിച്ചു, ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ CPM നേരത്തെ മുന്നോട്ട് വെച്ച ഒരു സ്ത്രീ സമത്വം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഐക്കണുകളായ സ്ത്രീകളെ, നേരത്തെ ശബരിമല ചവിട്ടി എന്ന് അവകാശപ്പെട്ട അഭിമാനിച്ച ആ സ്ത്രീകളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ CPMന്റെ വനിതാ പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്ത് ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. നവോത്ഥാനത്തിലേക്കുള്ള ഒരു പുതിയ ചുവടുവെപ്പ്. ഇവിടെ എന്താ സംഭവിച്ചത്? സ്പിരിച്വൽ ടൂറിസത്തെ പറ്റി ചർച്ച. എന്താ ബാധു, ശബരിമലയിൽ ആള് വരാത്തതാണോ പ്രശ്നം? ശബരിമലയിൽ വരുന്ന ആളുകൾക്ക് സൗകര്യം കൊടുക്കാൻ കഴിയാത്തതാണ് കേരളം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് വെർച്വൽ ക്യൂ പ്രകാരം കൊടുക്കാൻ സാധിക്കുന്നു. ആളുകളെ കൊള്ളുന്നില്ല, പലർക്കും വരാൻ സാധിക്കുന്നില്ല. അതെങ്ങനെ കൊണ്ടുവരണം എന്ന് പറയാൻ വേണ്ടി 7 കോടി രൂപ മുടക്കിയിട്ട് പമ്പയിൽ വലിയ ശീതീകരിച്ച പന്തലുണ്ടാക്കി പഴയിടത്തിന്റെ ഭക്ഷണം കഴിച്ച് പിരിയേണ്ട കാര്യമുണ്ടോ? ഇതിൽ താല്പര്യമുള്ള ആളുകൾ ഒരു സൈറ്റ് തുറക്കാം, ഒരു പോർട്ടൽ തുറക്കാം, അഭിപ്രായങ്ങൾ സ്വീകരിക്കാം, വിദഗ്ധരെ അയക്കാം, മാറ്റങ്ങൾ വരുത്താം. എത്ര എളുപ്പമാണ്. നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞതിന്റെ തൊട്ട് മുമ്പിലത്തെ വർഷം
കേരളത്തിലെ എല്ലാ സംസ്ഥാനത്തും വന്ന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും വന്ന വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന എന്നൊരു സർക്കാരിനോ ഒരു ഭരണാധികാരിക്കോ തോന്നുകയാണ് എങ്കിൽ അതിനെ കുറ്റം പറയാൻ കോൺഗ്രസിന് സാധിക്കുമോ? ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസിന് സാധിക്കുമോ? അല്ല, അതിന് വേണ്ടത് മാധു, ഇത് ആത്മാർത്ഥതയുള്ളതാണ് എങ്കിൽ അതിന് പമ്പയിൽ പന്തല് കെട്ടിയിട്ട് നടത്തേണ്ട കാര്യമുണ്ടോ? ലളിതമല്ലേ? ദേവസ്വം ബോർഡിന് ഒരു ചർച്ചയ്ക്ക് വെക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊണ്ടുവരാം, ഓരോ പരിപാടി കൊണ്ടുവരാം. അല്ലാതെ ആഗോള അയ്യപ്പ സംഗമം എന്നൊരു ബ്രാൻഡ് ഉണ്ടാക്കി എല്ലാ രാജ്യത്തുള്ള ആളുകളെ, സംസ്ഥാനത്തുള്ള ഭരണാധികാരികളെ വിളിച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു ഡെവലപ്മെന്റിൽ കാര്യമുണ്ടോ എന്നുള്ളത് അത് കാര്യമുണ്ടോ എന്ന് സുപ്രീം കോടതിയിൽ വരെ പോയില്ലേ? ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് പറഞ്ഞില്ലേ ഒരു ദിവസത്തേക്കൊരു സമ്മേളനം അവിടെ നടത്തുന്നത് ആർക്കാണ് ബുദ്ധിമുട്ട് എന്ന് കോടതി തന്നെ ചോദിച്ചില്ലേ? അപ്പൊ അത് കാര്യമുണ്ടോ എന്നുള്ളതിൽ ചോദ്യമില്ല. ഞാൻ അങ്ങയുടെ രാഷ്ട്രീയ ചോദ്യമാണ് ചോദിച്ചത്. ഈ സാഹചര്യം ഭൂരിപക്ഷ വോട്ടുകളെ CPM-ലേക്ക് ആകർഷിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്റെ ചോദ്യം, ഞാൻ അവിടെ പറയുന്നത് ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഈ രാജ്യത്ത് 7 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തിയതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഒബ്ജക്റ്റീവ് അത് ലക്ഷ്യത്തിലേക്ക് എത്തിയോ ഇല്ലയോ എന്നുള്ളതിനല്ല. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ചർച്ചയും കാര്യങ്ങളും ഒക്കെ കേരളത്തിലെ ജനത അതിസമ്പന്നമാണ് ബൗദ്ധികമായി. ഞാൻ സാമ്പത്തികമല്ല, ബൗദ്ധികമായി അതിസമ്പന്നരായ ജനതയാണ്. അവർക്കറിയാം എവിടെ വോട്ട് ചെയ്യണം, എങ്ങനെ ഏതൊരു വിഷയത്തിനെ അഡ്രസ് ചെയ്യണമെന്ന് അറിയുന്നവരാണ്. കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പിലായിക്കൊണ്ട് വോട്ട് മാറ്റിയും മറിച്ചും അവർ ചെയ്യുന്നില്ലേ? ഓരോ വിഷയത്തിനോടും പ്രതികരിക്കുന്നില്ലേ? CPM നടത്തിയ ഏതെങ്കിലും സംഗമത്തിനോട് അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ടോ? ഒരു കാലത്ത് നമുക്കറിയാം, പൗരത്വ സമരമാവട്ടെ, ഏക സിവിൽ കോഡ് ആവട്ടെ, പലസ്തീൻ ആവട്ടെ, CPM സംഗമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. കേരളത്തിലെ ജനത എന്ത് ചെയ്തു? അതൊരു തട്ടിപ്പാണ്. CPM-ന്റെ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് അതൊരു തട്ടിപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർ കുത്തേണ്ടടുത്ത് കുത്തി. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും നോക്കിയിട്ടല്ല. അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനത, പ്രത്യേകിച്ച് CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങൾക്കകത്തുള്ള ആളുകൾ പോലും കൃത്യമായി വോട്ടവകാശം വിനിയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ, കഴിഞ്ഞ ബൈ ഇലക്ഷനുകളിലൊക്കെ. അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് ഏതെങ്കിലും ഒരു സംഗമം നടത്തിയിട്ടുണ്ടോ? ഞാൻ ഒന്ന് അമ്പരന്നിരിക്കുകയായിരുന്നു. പിന്നീട് അങ്ങ് ഈ ബൈ ഇലക്ഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മറ്റൊരു ചോദ്യം അങ്ങനോട് ചോദിക്കുന്നില്ല. കാരണം അതിനുശേഷവും സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നത് CPM ആണ് എന്നുള്ളതാണ് CPM ആ വിഷയത്തിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന ഒരു കാര്യം.